നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഡം 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 എവിടെ പോയി? മാഡം 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 ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അമ്മയുടെ കൈപുണ്യത്തെ കുറിച്ച് മാഡം കൊറേ പൊക്കി പറഞ്ഞില്ലേ, അത് അമ്മയ്ക്ക് ഇഷ്ടായി എന്ന് തോന്നുന്നുണ്ട്. മാഡത്തിന് തരാൻ അമ്മ തന്നു വിട്ടതാ പലഹാരങ്ങളാ. ഞാൻ വെറുതെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല. പാറുവിന്റെ അമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ, പലഹാരം ആയാലും സദ്യ ആയാലും. മാഡത്തിന് അവിടെ എന്ത് ബുദ്ധിമുട്ടാ ഉണ്ടായത്? എനിക്കവിടെ ബുദ്ധിമുട്ടുണ്ടായെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? മാഡം തുറന്നു പറയുന്നില്ല, അത് തന്നെയാ എന്റെ സങ്കടം. എന്റെ കൂടെ വന്നവർക്കൊന്നും ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാവാതിരിക്കാൻ ഞാനും അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ മാഡം ഉത്സവം കഴിയുന്നത് വരെ നിൽക്കാതെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് മടങ്ങിയതിനെ കുറിച്ചാണോ നീ പറയുന്നത്? തിരിച്ചു വന്നതിന് ശേഷം മാഡം ആരോടൊന്നും മിണ്ടിയില്ല. വിഷമിച്ച് മുറിയിൽ തന്നെ ഇരിപ്പായിരുന്നെന്നാണല്ലോ ജെനീഫർ പറഞ്ഞത്. അറിയാതെ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി മാഡം. ഈ പാറുവിന്റെ ഒരു കാര്യം, ഇത് എന്റെ റൂമാണോ? നിങ്ങളാരും എനിക്ക് ഒരു വിഷമവും ഉണ്ടാക്കിയിട്ടില്ല. നിറഞ്ഞ മനസ്സോടെ തന്നെയാ തിരിച്ചു വന്നത്. ഉത്സവം കഴിയുന്നത് വരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങാതെ മുറിയിൽ തന്നെ ഒറ്റ ഇരിപ്പാണെന്നാ ജെനീഫർ പറഞ്ഞത്. മുറിക്ക് പുറത്തിറങ്ങാതിരിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അത് ഞാൻ പറയില്ല. രഹസ്യം രഹസ്യമാ. നിങ്ങൾ ചെറുപ്പക്കാരി കുട്ടികൾക്ക് മാത്രമേ രഹസ്യങ്ങൾ പാടുള്ളൂ. എനിക്കും കുറച്ച് രഹസ്യങ്ങളൊക്കെ ആവാം. ആഹാ, നിന്റെ അമ്മയുടെ കൈപുണ്യം വീണ്ടും വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുക. രാത്രി വീട്ടിലേക്ക് വിളിക്കുമ്പോ മാഡം ഈ പറഞ്ഞത് ഞാൻ അമ്മയോട് പറയാം. ഇല്ലായ്മയിലും സന്തോഷം കണ്ടെത്തുക, അത് വലിയൊരു കഴിവാ. കയ്യിലുള്ളത് വെച്ച് മറ്റുള്ളവരുടെ മനസ്സ് നിറയ്ക്കുക, അത് കഴിവല്ല, സിദ്ധിയാ. നിന്റെ അമ്മയ്ക്കും അച്ഛനും ആ കഴിവും സിദ്ധിയും ഉണ്ട്. അവര് വളർത്തിയ കുട്ടിയല്ലേ നീ, നിനക്കും അത് കിട്ടിയിട്ടുണ്ട്. അന്നിവിടെ വന്നപ്പോ ലക്ഷ്മിയെ പരിചയപ്പെട്ടു എന്നേ ഉള്ളൂ. ഇപ്പോഴാ ഞാൻ അവളുമായി കൂടുതൽ അടുത്തത്. പരാതിയോ പരിഭവമോ ഒന്നുമില്ലാത്തൊരു പെൺകുട്ടി. ഇത്രയധികം പരീക്ഷിച്ച ദൈവങ്ങളോട് പോലും പരിഭവമില്ല. ആ കുട്ടി നല്ല നിലയിലെത്തും. പാറു നോക്കിക്കോ. മാഡത്തിന്റെ നവ് പൊന്നായിരിക്കട്ടെ. നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്നവരെല്ലാവരും നല്ല മനസ്സിന് ഉടമകളായിരിക്കുമെന്നാ നിന്റെ നാട്ടിൽ വരുന്നത് വരെ ഞാൻ വിശ്വസിച്ചിരുന്നത്. മനസ്സ് നിറയെ ദുഷ്ടത്തരമുള്ളവര് എല്ലാ നാട്ടിലും ഉണ്ടെന്ന് അവിടെ എത്തിയപ്പോഴാ എനിക്ക് മനസ്സിലായത്. മാഡം ആരെയും ഉദ്ദേശിച്ച്? എന്താ അയാളുടെ പേര്? ആ, രുദ്രപ്രതാപൻ. ആർക്കും അയാളെ ഇഷ്ടമല്ല മാഡം. പക്ഷെ എല്ലാവർക്കും അയാളെ പേടിയാ. അയാളുടെ കയ്യില് ഇഷ്ടം പോലെ പണമുണ്ട്. ആ പണം കാണിച്ച് കൊറേ പേരെ അയാള് പാട്ടിലാക്കി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എപ്പ തെരഞ്ഞെടുപ്പ് വെച്ചാലും അയാളും അയാളുടെ ആൾക്കാരും മാത്രമേ ജയിക്കൂ. കൊറേ കാലമായിട്ട് അയാളാ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. പണവും അധികാരവും മനസ്സിലെ ദുഷ്ടത്തരവും അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം പാറു. അയാളോട് അധികം വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകരുതെന്ന് നീ നിന്റെ അച്ഛനോടും അമ്മയോടും പറയണം. ശരി മാഡം, ഞാൻ ജോലിക്ക് പോവാ. പോയിട്ട് വാ. അയ്യോ, പഞ്ചറാണല്ലോ. സുന്ദരി, നീ വീണ്ടും എനിക്ക് പണി തന്നൂല്ലേ? നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നാട്ടിൽ പോയതിനുള്ള ദേഷ്യാണോ? ഞാനിനി എങ്ങനെയാ ജോലിക്ക് പോവോ? സുന്ദരിയെ പഞ്ചർ കടയിൽ ഏൽപ്പിച്ചിട്ട് പ്രേം ചേട്ടനോട് വരാൻ പറയാം. ഗുഡ് മോർണിംഗ് പാറു. നീ എന്താ എന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? അല്ല, അത്ഭുതം തന്നെയോ?
ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോ എന്റെ സുന്ദരി എനിക്ക് പണി തന്നു. പഞ്ചർ ഒട്ടിച്ചിട്ട് കമ്പനി പോകാൻ വൈകും. അതുകൊണ്ട് സുന്ദരിയെ പഞ്ചർ കടയിൽ ഏൽപ്പിച്ചിട്ട് പ്രിയൻ ചേട്ടനോട് ഈ വഴി വരാൻ പറയാന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പതേ പ്രിയൻ ചേട്ടൻ എന്റെ മുന്നില്. അത് അത്ഭുതം തന്നെയല്ലേ?